Good evening. So welcome back to our YouTube channel. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കറണ്ടിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. അപ്പോൾ വോൾട്ടേജ് എന്താ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ, പിന്നെ അതേ വോൾട്ടേജ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും, പിന്നെ എ സി ആൻഡ് എ സി വോൾട്ടേജിൻ്റെ ഡിഫറൻസ്, ഇതെല്ലാം നമ്മൾ കവർ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറണ്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു. കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആയിരുന്നു അല്ലേ. ഇറ്റ്സ് ദ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഇതാണ് നമ്മൾ കറണ്ട് എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ കറണ്ടിനെ പുഷ് ചെയ്യുന്ന, അതല്ലെങ്കിൽ ഈ ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യുന്ന ഒരു ഫോഴ്സ്, അതിനാണ് നമ്മൾ എന്ത് പറയുക, വോൾട്ടേജ് എന്ന് പറയാം. അപ്പോൾ വോൾട്ടേജ് ഈസ് ദ ഫോഴ്സ് വിച്ച് pushes the free electrons. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, വോൾട്ടേജ് എന്ന് പറയും. ഓക്കെ, സോ അതായത് വെൻ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ഇറ്റ് മൂവ്സ്, ദി ഇലക്ട്രോൺസ് വിൽ മൂവ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ വിച്ച് ഈസ് കോസിങ് ദ കറണ്ട്. സോ എന്തായിരുന്നു വോൾട്ടേജ്, എന്തായിരുന്നു? അപ്പോൾ വോൾട്ടേജ് ഈസ് ദ ഫോഴ്സ്, വോൾട്ടേജ് ഈസ് ദ ഫോഴ്സ് വിച്ച് ക്രിയേറ്റ്സ് കറണ്ട് അല്ലേ, ക്രിയേറ്റ്സ് കറണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. അതായത് ഈ ഒരു വാട്ടർ ബോട്ടിലിൽ ഉള്ള വെള്ളമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു ടാങ്കറുണ്ട്. ഈ ടാങ്ക് എനിക്ക് ഇതിൽ ഇത്രയും വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചു. എനിക്കിവിടെ ഒരു ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ട് കേട്ടോ. ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ട്, എനിക്കിവിടെ ഒരു വാൾവ് ഉണ്ട്. ഓക്കെ, അതേസമയം എനിക്ക് വേറൊരു ടാങ്കുണ്ട്. വേറൊരു ടാങ്കിൽ എനിക്ക് കുറച്ചേ വെള്ളമുള്ളൂ. ഇതേപോലെ എനിക്ക് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ട്, ഇവിടെ ഒരു വാൾവ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ എനിക്ക് ഈ ഫസ്റ്റത്തെ ടാങ്കിൽ നിന്നും, ഇത് ടാങ്ക് 1ഉം ഇത് ടാങ്ക് 2 ആണെങ്കിൽ, ഈ ഫസ്റ്റത്തെ ടാങ്കിൽ എന്തായിരിക്കും, എൻ്റെ വെള്ളത്തിൻ്റെ ഫോഴ്സ്, ഞാൻ ഈ വാൾവ് തുറന്നു കഴിഞ്ഞാൽ എൻ്റെ വെള്ളത്തിൻ്റെ ഫോഴ്സ് എങ്ങനെയായിരിക്കും, കുറച്ചുകൂടെ ഡിസ്റ്റൻസിൽ ഇത് ഫ്ലോ ചെയ്യൂലേ. കാരണം എന്താ, അവിടെ പ്രഷർ കൂടുതലാണ്, അതുകൊണ്ട് കുറച്ചുകൂടി ഡിസ്റ്റൻസിൽ വെള്ളം ഫ്ലോ ചെയ്യും. അതേസമയം ഇതിൽ എൻ്റെ വെള്ളം ഫ്ലോ ചെയ്യും, പക്ഷേ അതിൻ്റെ ഫോഴ്സ് കുറവായിരിക്കും. സോ അതുകൊണ്ട് അത് കുറച്ചുകൂടെ അടുത്തായിരിക്കും വീഴുന്നുണ്ടാവും. ഇതിൽ വെള്ളം കൂടിയുണ്ട്, പ്രഷർ കൂടിയതായതുകൊണ്ട് വെള്ളത്തിൻ്റെ ഫോഴ്സ് എന്തായിരിക്കും, പുറത്തോട്ട് വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ വെള്ളത്തിൻ്റെ പ്രഷർ ഉണ്ടല്ലോ, ഈ പ്രഷറിനെ നമുക്ക് വോൾട്ടേജ് ആയിട്ട് കണക്കാക്കാം, ഈ ഒഴുകി വരുന്ന വെള്ളത്തിനെ നമുക്ക് കറണ്ടായിട്ടും കണക്കാക്കാം. അതായത് ഈ പ്രഷർ ക്യാൻ ബി കൺസിഡേർഡ് ആസ് വോൾട്ടേജ് ആൻഡ് വാട്ടർ ഫ്ലോ. പുറത്തോട്ട് വരുന്ന വെള്ളത്തിന് നമുക്ക് കറണ്ടായിട്ടും കണക്കാക്കി കഴിഞ്ഞാൽ, അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും, എത്ര പ്രഷർ ഉണ്ടോ അത്രത്തോളം നമ്മുടെ ഫ്ലോ കൂടില്ലേ. അതേപോലെ തന്നെയാണ് ഇലക്ട്രിക്കലിൽ വരുമ്പോൾ, ഹയർ ദ വോൾട്ടേജ് ഹയർ ദ കറണ്ട്. ഓക്കെ, സോ ആസ് വോൾട്ടേജ് ഇൻക്രീസസ് കറണ്ട് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, അതിന് ഓർത്ത് വയ്ക്കാനായിട്ട് സിമ്പിളാണ്. ഇതുപോലെ പ്രഷർ, നിറയെ വെള്ളമുള്ളൊരു ബോട്ടിലും കുറച്ച് വെള്ളമുള്ളൊരു ബോട്ടിലും ഏതിലായിരിക്കും കൂടുതൽ വെള്ളം വരിക, കാരണം അവിടെ നിറയെ വെള്ളമുള്ള ബോട്ടിൽ കുറച്ചുകൂടെ ഹൈ ഫോഴ്സിൽ വെള്ളം പുറത്തോട്ട് വരും, കാരണം അവിടെ പ്രഷർ കൂടുതലാണ്. അപ്പോൾ ആ പ്രഷറിനെ നമുക്ക് വോൾട്ടേജ് ആയിട്ട് കാണാം, ആ പുറത്തോട്ട് വരുന്ന വെള്ളത്തിന് കറണ്ടായിട്ട് കാണാം. അപ്പോൾ പ്രഷർ കൂടുന്നതിനനുസരിച്ച് പുറത്തോട്ട് വരുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടും. അതേപോലെ തന്നെ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ടിൻ്റെയും അളവ് കൂടും. ഇനി നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഈ വോൾട്ടേജിനെ നമ്മൾ ചില സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നും പറയൂലേ. വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു സർക്യൂട്ട് എത്രത്തോളം വർക്ക് ചെയ്തു എന്നുള്ളതിനെ കാണിക്കുന്ന ഒരു ടേമാണ് ഇത്. ഫോർ എക്സാമ്പിൾ, ഞാൻ അപ്പോഴേ പറഞ്ഞ ടാങ്ക് സർക്യൂട്ട് പോലെ തന്നെ എനിക്ക് ഒരു ടാങ്ക് ഉണ്ട്, എനിക്ക് ഇവിടെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഇത് ഞാൻ ഒരു ട്യൂബ് വെച്ചിട്ട് വേറൊരു ടാങ്കിലോട്ട്
കണക്ട് ചെയ്തിരിക്കുകയെന്ന് വയ്ക്കാം. ഇവിടെ എനിക്കൊരു വാൾവ് ഉണ്ട്. ഓക്കെ, എനിക്ക് ഫസ്റ്റത്തെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ടാങ്കിൽ എനിക്ക് ഇത്രയും വെള്ളമുണ്ട്. ഓക്കെ, ഇതേ സമയം എനിക്ക് രണ്ടാമത്തെ ടാങ്കിൽ എനിക്ക് കുറച്ച് വെള്ളമുള്ളൂ. അപ്പം ഞാൻ ഈ വാൾവ് തുറന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വെള്ളം ഇതിൽ കൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങൂലേ? ഈ നിറയെ വെള്ളമുള്ളതിൽ നിന്ന് കുറച്ച് വെള്ളം ഉള്ളതിലോട്ട് വാട്ടർ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പോയിട്ട് ഏത് വരെ പോവും? ഈ ടാങ്കിൻ്റെ വാട്ടർ ലെവൽസ് ഈക്വൽ ആവുന്നവരെ ഇത് ഫ്ലോ ചെയ്യും അല്ലേ? ഇങ്ങനെ ഈക്വൽ ആയി എന്ന് വയ്ക്കുക. ഈക്വൽ ആയിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ വാട്ടർ ഫ്ലോ ഉണ്ടാവുമോ? കാരണം ഇവിടുത്തെ പ്രഷറും സെയിമായി, ഇവിടുത്തെ പ്രഷറും സെയിമായി. പിന്നെ അവിടുന്ന് ഈക്വലി അത് ഫോഴ്സ് ക്യാൻസലായി പോവും. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താവും? ഇവിടെ നിന്നുള്ള ഫോഴ്സ് ക്യാൻസലായി പോവും, വാട്ടർ ഫ്ലോ ഉണ്ടാവില്ല അല്ലേ? അതേസമയം ഇവിടെ ഫസ്റ്റ് കേസിൽ എന്താ സംഭവിച്ചത്? ഫസ്റ്റ് കേസിൽ വന്നിട്ട് നമുക്കിവിടെ ഇതിൽ ഫസ്റ്റ് ടാങ്കിൽ പ്രഷർ കൂടുതലായിരുന്നു, സെക്കൻഡ് ടാങ്കിൽ പ്രഷർ കുറവല്ലേ? അപ്പോൾ ഫസ്റ്റ് ടാങ്കിൽ ഈ ഒരു ഡിഫറൻസ് എങ്കിൽ ഇത് തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഈ പ്രഷറിലുള്ള ഡിഫറൻസ്, അത് കാരണമാണ് എന്തുണ്ടായത്? ഈ വാട്ടർ ഫ്ലോ ഉണ്ടായത്. അപ്പോൾ ഇതേതിനെ തന്നെയാണ് നമ്മൾ ഇലക്ട്രിക്കലിൽ വരുമ്പോൾ ഈ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാൻ കാരണം ഇത് തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ്, ഈ പൊട്ടൻഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? എബിലിറ്റി അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള കഴിവല്ലേ? അപ്പോൾ ഇത്രയും ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി വോൾട്ടേജിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും വിത്ത് റെസ്പെക്റ്റ് ടു വേറൊരു റെഫറൻസ് വെച്ചിട്ടേ നമ്മൾ വോൾട്ടേജിനെ മെൻഷൻ ചെയ്യുള്ളൂ. അപ്പോൾ ഈ സെക്കൻഡ് ടാങ്കിന് റെഫറൻസ് വെച്ചിട്ട് ഫസ്റ്റ് ടാങ്കിന് എന്താണ്? പ്രഷർ കൂടുതലാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാനൊരു ബാറ്ററി എടുക്കുകയാണെന്ന് വിചാരിക്കുക. എനിക്കൊരു ബാറ്ററി ഉണ്ട്, എനിക്ക് അതിൽ പ്ലസ് ടെർമിനൽ മൈനസ് ടെർമിനലില്ലേ? ഇതിപ്പോൾ ഒരു 3 വോൾട്ടിൻ്റെ ബാറ്ററി ആണെന്ന് വെച്ചോ. ഇതിലിപ്പോൾ ഞാൻ ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ആക്ച്വലി ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ ഈ നെഗറ്റീവ് എന്നുള്ള ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻ്റ് റെഫറൻസ് വെച്ചിട്ട് എനിക്ക് ഇവിടെ 3 വോൾട്ട് ഉണ്ട്. ഇത് 0 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ 3 വോൾട്ടാണ്. അതേസമയം സപ്പോസ് എനിക്ക് ഏതോ ഒരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, എനിക്ക് ഇവിടെ അതായത് ഈ ഒരു സൈഡിൽ എനിക്കൊരു 2 വോൾട്ട് ഉണ്ടെന്ന് വയ്ക്കാം, എനിക്ക് ഈ സൈഡിൽ ഒരു 3 വോൾട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വോൾട്ടേജിന് എന്ത് പറയും? എനിക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? കാരണം വിത്ത് റെസ്പെക്റ്റ് ടു നമ്മുടെ ഈ നെഗറ്റീവ് പോയിൻ്റ്, ഇതാണ് ഞാൻ ഈ പോസിറ്റീവ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 1 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു റെഫറൻസ് പോയിൻ്റ് വെച്ചിട്ടാണ് നമ്മൾ വോൾട്ടേജിനെ പറയുക. അപ്പോൾ അതുകൊണ്ടാണ് പൊട്ടൻഷ്യലിലുള്ള ഡിഫറൻസ്, ഒരു പോയിൻറ്റിന് വേറൊരു പോയിൻ്റ് വെച്ചിട്ട് ഉള്ള ഡിഫറൻസ്, അതുകൊണ്ടാണ് നമ്മൾ വോൾട്ടേജിനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്. ഒരു ടോപ്പിക്കല്ല, നെക്സ്റ്റ് വന്നിട്ട് ഇതേ സാധനം തന്നെ നമ്മളിപ്പോൾ വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എല്ലാം പറഞ്ഞു അല്ലേ? അപ്പോൾ സപ്പോസ് എനിക്കൊരു സർക്യൂട്ട് ഉണ്ടെന്ന് വയ്ക്കുക, എനിക്കൊരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ബൾബുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താവും? അപ്പോൾ എനിക്ക് ഇതിൽ കൂടെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യൂലേ? കറണ്ട് ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ ഇപ്പോൾ ബൾബിന് ഇത് കൂടുതലാണ്. ഇപ്പോൾ ഒരു 13 ലൂമൻ ബ്രൈറ്റ്നെസ്സിൽ, അത് ബ്രൈറ്റ്നെസ്സിൻ്റെ യൂണിറ്റാണിത്, ലൂമൻ എന്നുള്ളത്. അതായത് 13 ലൂമൻ ബ്രൈറ്റ്നെസ് ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അതേസമയം അപ്പോൾ എനിക്കിപ്പോൾ പർട്ടിക്കുലർ V1 വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ I1 കറണ്ട് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യും. അപ്പോൾ എനിക്ക് 13 ലൂമൻ
ബ്രൈറ്റ്നെസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതേസമയം ഞാനിവിടെ 2 ബാറ്ററി വെച്ചു എന്ന് വയ്ക്കാം, V1 + V1. ഓക്കെ, 2 ബാറ്ററി സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് വേറെ ഏതോ ഒരു കറണ്ട് ഒഴുകൂലെ, ഒരു I2 കറണ്ട് ഫ്ലോ ചെയ്യും. ഇതേ ബൾബിലോട്ട് ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഒരു സപ്പോസ് 20 ലൂമൻ ആയി എന്ന് വെച്ചോ. അതെന്തുകൊണ്ടാണ്? നമ്മൾ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുമ്പോൾ അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുമ്പോൾ എന്താവും? വോൾട്ടേജ് ഇൻക്രീസസ്, കറണ്ട് ഇൻക്രീസസ് അല്ലേ? V1 ഈസ് ലെസ് ദാൻ V2. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ V1 കൂടുമ്പോൾ V കൂടുമ്പോൾ I കൂടൂലേ? അങ്ങനെയാണെങ്കിൽ this will result in I2 will be greater than I1. അതായത് ഈ രണ്ടാമത്തെ സർക്യൂട്ടിൽ ഒഴുകുന്ന ഈ കറണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ടിനേക്കാളും കൂടുതലായിരിക്കും. കാരണം എന്താ? ഇവിടെയുള്ള വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇത്. അപ്പോൾ വോൾട്ടേജും കറണ്ടും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മൾ കറണ്ട് മെഷർ ചെയ്യാൻ നമ്മൾ പറഞ്ഞു നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണെന്നല്ലേ. അതുപോലെ വോൾട്ടേജിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് വോൾട്ട് എന്നുള്ളത്. ഓക്കെ, ഇതിനെ നമ്മൾ ക്യാപിറ്റൽ V എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളിത് തമ്മിൽ കൺഫ്യൂസ് ആവരുത്. വോൾട്ടേജും വോൾട്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. വോൾട്ടേജ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ഫോഴ്സാണ്. വോൾട്ടേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ വാട്ടറിൻ്റെ ടാങ്കിൽ വാട്ടർ ബോട്ടിലിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു വോൾട്ടേജ് ഇസ് കറസ്പോണ്ട്സ് ടു പ്രഷർ ആണെങ്കിൽ, പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ ഒരു പാസ്കൽ എന്നൊക്കെ ഉള്ള യൂണിറ്റ് വെച്ചിട്ടല്ലേ നമ്മൾ പ്രഷർ മെഷർ ചെയ്യാം. അതേപോലെ തന്നെ വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള ഒരു യൂണിറ്റാണ് വോൾട്ട്. അപ്പോൾ വോൾട്ടേജും വോൾട്ടും തമ്മിൽ കൺഫ്യൂസ് ആവാതെ നോക്കണേ. ഓക്കെ, ഇനി 1 വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? 1 വോൾട്ട്, ഒരു വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? നമ്മളിപ്പോൾ യൂണിറ്റാണ്, വോൾട്ടേജിൻ്റെ യൂണിറ്റാണ് വോൾട്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഈ 1 വോൾട്ട് എന്ന് പറഞ്ഞാൽ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു ക്യാരി 1 കൂളംബ്. 1 കൂളംബ് ഓഫ് ഇലക്ട്രോൺ ത്രൂ 1 ohm resistor in 1 second. അതായത് 1 വോൾട്ട് എന്ന് പറഞ്ഞാൽ 1 കൂളംബ് ഓഫ് ഇലക്ട്രോൺസ്. 1 കൂളംബ് ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരുന്നു? ഇതിന് 1 കൂളംബ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 1 ആംപിയർ കറണ്ട്. ഓക്കെ, 1 ആംപിയർ കറണ്ട് 1 ohm റെസിസ്റ്ററിലൂടെ 1 സെക്കൻഡിൽ പോകാൻ എടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയാം. ഈ 1 ആംപിയർ അല്ലെങ്കിൽ 1 കൂളം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ആംപിയർ ഈസ് ഈക്വൽ ടു 6.24 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് 18 ഇലക്ട്രോൺസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ 1 വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആംപിയർ കറണ്ട് 1 ohm റെസിസ്റ്ററിലൂടെ 1 സെക്കൻഡിൽ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ 1 വോൾട്ട് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്തുള്ളത് നമ്മൾ കറണ്ടിൽ പറഞ്ഞ പോലെ തന്നെ വോൾട്ടേജിൽ നമുക്ക് ടൈപ്സ് ഉണ്ട്, 2 ടൈപ്സ് ഉണ്ട്. AC വോൾട്ടേജ് ഉണ്ട്, പിന്നെ DC വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, ഈ DC വോൾട്ടേജ് നമുക്ക് ആദ്യം പറയാം. DC വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാറ്ററിയൊക്കെ അറിയാം അല്ലേ? അപ്പോൾ ബാറ്ററിയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് പോസിറ്റീവ്, ഒരു സൈഡ് നെഗറ്റീവ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി എന്ന് വിചാരിക്കുക. എനിക്ക് ഒരു സൈഡ് പോസിറ്റീവാണ്, ഒരു സൈഡ് നെഗറ്റീവാണ്. എനിക്ക് എൻ്റെ ഇവിടെ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബാറ്ററി ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ വോൾട്ടേജ് കൊടുക്കുന്ന ഈ ബാറ്ററി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ ഒരു ഡയറക്ഷനിൽ മാത്രം പുഷ് ചെയ്യും. ഓക്കെ, ഈ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രം ഇത് പുഷ് ചെയ്യും. അതേസമയം ഞാൻ ഈ ബാറ്ററിനെ തിരിച്ചു വെച്ചാൽ എന്താവും? തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതാവും. ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എൻ്റെ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ DC സോഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ DC വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോൺസിനെ സെയിം ഡയറക്ഷനിൽ
ഫ്ലോ ചെയ്യിക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഡി സി വോൾട്ടേജ് എന്ന് പറയുക. ഓക്കെ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ റിവറിലൂടെ ഒഴുകുന്ന ഒരു ബോട്ടായിട്ട് കാണാം. ഓക്കെ, അതാണ് ഡി സി വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ എ സി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ സി വോൾട്ടേജ് ആകുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവും. ചേഞ്ചസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺസ്. അതെങ്ങനെയായിരിക്കും? ബാക്ക് ആൻഡ് ഫോർത്ത് ആയിരിക്കും. ഓക്കെ, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോലെ. അതായത് ഈ കടലിലൊക്കെ പോകുന്ന ഷിപ്പ് ആ ടൈഡിൽ ഇങ്ങനെ മേലോട്ടും താഴോട്ടും പോകില്ലേ, അതുപോലെ അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതിന് നമുക്ക് എ സി വോൾട്ടേജ് എന്നും പറയാം. അതേപോലെ തന്നെ എന്താണ് ഈ ഇലക്ട്രിക്കൽ പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ എ സി വോൾട്ടേജ് ആകുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഡയറക്ഷൻസ് ഇതുപോലെ ബാക്ക് ആൻഡ് ഫോർത്ത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ ഇവിടെ ആക്ച്വലി ഒരു കാര്യം മിസ്സാക്കി. നമ്മൾ ഡി സി വോൾട്ടേജ് പറഞ്ഞില്ലേ, അപ്പോൾ ഡി സി വോൾട്ടേജിനെ നമ്മൾ ഞാൻ പറഞ്ഞു വോൾട്ടേജിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ക്യാപിറ്റൽ വി എന്ന സിമ്പൽ കൊണ്ടാണ്. ഡി സി വോൾട്ടേജിന് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ വിൻ്റെ മേലെ ഐദർ ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഡി സി വോൾട്ടേജിനെ റെപ്രസെൻ്റ് ചെയ്യുക. അതേസമയം എ സി വോൾട്ടേജിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ വിൻ്റെ മേലെ ഒരു സൈൻ വേവ് വെച്ചിട്ട്. ഇനി ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടാണ് ഇത്, തിയററ്റിക്കലി ഉള്ള ഇതല്ല, ജസ്റ്റ് പ്രാക്ടിക്കലി ഉള്ളതിൽ ഒരു അഡീഷണൽ ഇൻഫർമേഷനാണ്. അതായത് നമ്മൾ ഡിഫറെൻറ്റ് റീജിയൻസ് ഉണ്ടല്ലേ, ഇപ്പോൾ അമേരിക്ക, ജപ്പാൻ അല്ലെങ്കിൽ ഇന്ത്യ, പല പല കൺട്രീസ്, പല പല കോണ്ടിനെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ ലെവലുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ സപ്പോസ് ചില റീജിയൻസിൽ നമുക്കൊരു 100 to 160 വോൾട്ട് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. ഓക്കെ, ചില റീജിയൻസിൽ ഇപ്പോൾ ഇന്ത്യയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 220 to 240 വോൾട്ടേജ് ആയിരിക്കും ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. ഇത് ആക്ച്വലി കാലാകാലങ്ങളായിട്ട് പണ്ട് സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ലാതെ ഈച്ച് കൺട്രി അവരവരുടെ ഇഷ്ടത്തിന്, അതായത് അവിടെ എന്താണോ ഡെവലപ്പ് ചെയ്ത് വരുന്നത് അവിടുത്തെ എൻജിനീയേഴ്സിന് ബെസ്റ്റ് ചോയ്സ് ആയിട്ട് എന്ത് തോന്നുന്നു അതിനായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് അത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഓരോ റീജിയൻസിലും ഡിഫറെൻറ്റ് വോൾട്ടേജസാണ്. അതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോറിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വർക്ക് ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ യൂറോപ്പാണെന്ന് വിചാരിച്ചോ, എനിക്ക് അറിഞ്ഞൂടാ യൂറോപ്പിൽ ഇതാണോ വോൾട്ടേജ് എന്ന്. ഇത് ഇന്ത്യയിലെ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ യൂറോപ്പിൽ നിന്ന് ഞാനിപ്പോൾ ഒരു പവർ ബാങ്ക് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. ആ പവർ ബാങ്ക് വാങ്ങിച്ചിട്ട് അതിൻ്റെ ലേബലിൽ എന്തുണ്ടാവും, അത് ചിലപ്പോൾ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ഈ 100 to 160 വോൾട്ടേജിൽ വർക്ക് ചെയ്യാനായിരിക്കും അല്ലേ. അതായത് പവർ ബാങ്ക് നമ്മൾ ചാർജ് ചെയ്യുന്നതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ആക്സെപ്റ്റ് ചെയ്യുന്നത് 100 to 160 വോൾട്ട് ആയിരിക്കും. അതേ സാധനം ഞാൻ യൂറോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ ഇന്ത്യയിൽ കൊണ്ടുവന്ന്, ഇന്ത്യയിൽ എൻ്റെ സപ്ലൈ എത്ര 220 to 240 ആണ്. അപ്പോൾ ഈ 100 to 160 റേറ്റഡ് ആയിട്ടുള്ള പവർ ബാങ്ക് ഞാൻ 220 വോൾട്ടിൽ കുത്തിക്കഴിഞ്ഞാൽ എന്താവും? ഒന്നുമില്ല, പവർ ബാങ്ക് അടിച്ചു, അത്രേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് തിരിച്ചും. ഇപ്പോൾ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത ഒരു പവർ ബാങ്ക് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു 230 വോൾട്ടിലാണെന്ന് വെച്ചോ. ഇതേ സാധനം ഞാൻ യൂറോപ്പിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ വോൾട്ടേജ് 100 ആണെന്നുണ്ടെങ്കിൽ എൻ്റെ എന്തായിരിക്കും പവർ ബാങ്കിന് കിട്ടുന്ന നമ്മളിലെ വോൾട്ടേജ് കൂടുതലാകുമ്പോൾ കറണ്ട് കൂടുന്നു, അതേപോലെ തന്നെ വോൾട്ടേജ് കുറയുമ്പോൾ എന്താവും? കറണ്ട് കുറയും. അങ്ങനെ ആകുമ്പോൾ എൻ്റെ പവർ ബാങ്കിൻ്റെ എന്താവും? പവർ ബാങ്ക് റിസീവ് ചെയ്യുന്ന കറണ്ട് കുറവായിരിക്കില്ലേ. അങ്ങനെ വരുമ്പോൾ അത് ചാർജ് ചെയ്യാനായിട്ട് കൂടുതൽ ടൈം എടുക്കും. മോർ ടൈം ഫോർ ചാർജിങ്. ഓക്കെ, ചാർജിങ്ങിന് മാത്രമല്ല അതിൽ ഉള്ളിൽ വെച്ചിരിക്കുന്ന കോമ്പണൻസിന് അതിൻ്റെ ലൈഫ് കുറയാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വോൾട്ടേജ് ഡിഫറൻസ് നമ്മുടെ ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് അല്ലെങ്കിൽ കൺട്രീസിൽ വേറെ ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അത്രയാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ വീഡിയോസിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ അതും കൂടെ പറയാം, അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഐ ഹോപ്പ് എവരിവൺ ലൈക്ഡ് ഇറ്റ്. യാ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീക്ക്.